കഴിഞ്ഞ ദിവസം നമ്മൾ ചാറ്റ് സൂത്ര എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മെയ്ഡ് AI പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ചാറ്റ് ജിപിടിയെ പോലെ തന്നെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. സോ അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു പ്ലാറ്റ്ഫോം കൂടി ഇപ്പോൾ പരിചയപ്പെടുത്തുകയാണ്. വോൾക്കായ് എന്ന് പറയുന്ന AI എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഓൾക്കായ് എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇത് ചാറ്റ് ജിപിടിയെ പോലെ തന്നെ ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവർക്ക് ഡൽഹിയിലും അതുപോലെ തന്നെ മുംബൈയിലുമൊക്കെയാണ് ഇവരുടെ ഓഫീസ് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ വംശജരാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു മിസ്റ്റർ സന്തോഷ് കുമാർ, ഒരു സാഗർ എന്ന് പറയുന്ന ആൾ, പിന്നെ ഒരു ദേവ് ദേശായി എന്ന് പറയുന്ന, അങ്ങനെ ഇവർ മൂന്നുപേരുമാണ് ഇതിലെ നിലവിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഴ്സായിട്ട് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. മാനേജിംഗ് ഡയറക്ടർ അതുപോലെ ഫൗണ്ടർ. ഇത് കൈറോ സോഫ്റ്റ് AI സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞാനിത് യൂസ് ചെയ്ത് നോക്കി. കൊള്ളാം കേട്ടോ, തീരെ മോശം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചാറ്റ് ജിപിടി എന്ന് പറയുന്നത് ഒരു വലിയ ഫണ്ട് കിട്ടിയിട്ട് സ്ഥാപിതമായ ഒരു കമ്പനിയാണ്. ഞാൻ പറയുന്നില്ല അതിനോട് ഒപ്പം നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് കുറെ കൂടി ടെസ്റ്റ് ചെയ്തിട്ടുള്ള, കുറെ കൂടി മെച്ചപ്പെട്ട റെസ്പോൺസ് തരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഈ ഓൾക്കായി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഇത് അത്ര നിസ്സാരമല്ല. തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഇത് മുന്നോട്ട് പോകാൻ വളരെ ദൂരം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ചാറ്റ് ജിപിടിക്ക് മറുപടിയായിട്ട് ഒന്നല്ല, പല പ്ലാറ്റ്ഫോംസ് ഇന്ത്യയിൽ നിന്ന് വരികയാണ്. നമ്മളിപ്പോൾ ചാറ്റ് സൂത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു അവർക്ക് അമേരിക്കയിൽ ഓഫീസ് ഉണ്ട്, അമേരിക്കയിലാണ് അതിൻ്റെ പ്രധാന കേന്ദ്രം എന്നൊക്കെ. അതൊരു ഇന്ത്യൻ വംശജൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ സ്ഥാപിച്ച ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് തന്നെയാണ് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് ഈ ചൈന പോലെയല്ല. നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ നിർത്തുക എന്നുള്ള ഉദ്ദേശം അതിനില്ല. തീർച്ചയായിട്ടും ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്ന അമേരിക്കയിൽ ആ ഒരു കമ്പനി പ്രധാനമായിട്ടും അവിടെ അവർക്ക് ഓഫീസ് ഉണ്ടെങ്കിൽ, അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായി സഹകരിക്കണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഇപ്പോൾ ഡീപ് സീക്കിന്റെ കാര്യം പറഞ്ഞു. ചൈനയുടെ ചാറ്റ് ജിപിടിയുടെ മറുപടി, അതിന് പകരമായിട്ട് ചൈന കണ്ടുപിടിച്ച ഒരു ഒരു പ്ലാറ്റ്ഫോം, അതിനെ നിരോധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ട്രംപ് അതിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്വീകാര്യത വേണമെങ്കിൽ നമ്മൾ ലോകത്തോട് സഹകരിക്കണം. ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ് നമ്മളും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. കൂട്ടത്തിൽ ഇതുപോലെയുള്ള പോലെയുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകളും വരുന്നത് നല്ലതാണ്. ഒന്നിന് പകരം പലത് ഇന്ത്യയിൽ നിന്നുണ്ടാവുന്നത് എത്ര അഭിമാനകരമാണ്. ഇപ്പോൾ ചാറ്റ് സൂത്ര എന്ന പേരിൽ തന്നെയുണ്ട് അത് ഇന്ത്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന്. അതിന്റെ ഫൗണ്ടർ ആരാണെന്ന് ആർക്കും പരിശോധിക്കാവുന്നതാണ്. അതിന്റെ പിന്നിലെ പ്രധാനികൾ ഇന്ത്യക്കാരാണ്. നമ്മുടെ ജിയോ ഗ്രൂപ്പ്, അതായത് അംബാനിയുടെ സ്വന്തം ജിയോയ്ക്ക് അതിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മളെ ഇന്ത്യക്കാരെയും അംബാനിയെയും ഉൾപ്പെടെ ഈ ചാറ്റ് ജിപിടിയുടെ സിഇഒ വെല്ലുവിളിച്ചത്, ഓപ്പൺ എഐയുടെ സിഇഒ വെല്ലുവിളിച്ചത് ഓർക്കുന്നുണ്ടാവും പ്രേക്ഷകർ. അതായത് ഇന്ത്യക്ക് ഒരിക്കലും ചാറ്റ് ജിപിടി പോലെ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ പറ്റില്ല എന്ന്. അവരത് പറഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ചാറ്റ് സൂത്ര എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ജിയോ അതിൽ ഫണ്ട് ചെയ്തിട്ടുണ്ട്. ജിയോയുടെ സഹായത്തോടെയാണ് ആ പ്ലാറ്റ്ഫോം ഇത്രയും ശക്തമായിട്ട് മാറിയത്. $20 മില്യൺ അവർക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഇന്ത്യയുടെ ഓൾക്കായ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ഓൾക്കായ് എന്നാണെന്ന് തോന്നുന്നു അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. സോ ഈ ഒരു പ്ലാറ്റ്ഫോം ഇത് ഞാൻ കയറി ഉപയോഗിച്ച് നോക്കിയിട്ടാണ് അതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ചാറ്റ് സൂത്ര കുറച്ചും കൂടി സ്പീഡിൽ മറുപടി നൽകുന്നതായിട്ട് എനിക്ക് തോന്നി. ഇതൊരു അല്പ ടൈം എടുക്കുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ജിപിടിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. എന്നാൽ ഇമേജ് ക്രിയേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ ഇനിയും കുറച്ചും കൂടെ ഡെവലപ്പ് ആകാനുണ്ട്. എന്നാൽ ചാറ്റ് ജിപിടി പോലും നമുക്കറിയാം ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് പോരായ്മകളും ചാറ്റ് ജിപിടിക്ക് ഉണ്ട്. ബട്ട് അപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ്, ഇപ്പോൾ ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം ചാറ്റ് ജിപിടി തന്നെയാണ്. നമ്മൾ അത് നിഷേധിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിന് ശേഷമേ ഉള്ളൂ ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പോലും. പലരും പറയുന്നത് അമേരിക്കയെ ചൈന ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നൊക്കെയാണ്. എന്തൊരു വിഡ്ഢിത്തമാണത്. ചൈനയുടെ പ്ലാറ്റ്ഫോം നല്ലതാണ്. അത് നല്ല അഫോർഡബിൾ പ്രൈസിന് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ചാറ്റ് ജിപിടിക്ക് പകരം അത് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ചാറ്റ് ജിപിടിയുടെ പ്രൈസിങ്ങിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ പ്രൈസിംഗ് ആണ് ഈ ഡീപ് സീക്ക് എന്ന് പറയുന്നത്. അതൊരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷെ അപ്പോഴും ചാറ്റ് ജിപിടി തന്നെയാണ് കേട്ടോ നമ്പർ 1. അവിടെ ഇന്ത്യയെ പോലെ ഒരു വികസ്വര രാജ്യം ഒന്നിന് പകരം 2 പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ഒന്ന് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. അത് തുടങ്ങിയത് ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ കമ്പനിക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒക്കെ ആണെങ്കിലും ആ ഒരു പ്ലാറ്റ്ഫോം ആഗോളതലത്തിലുള്ള ഒരു സഹകരണം കൂടി അതിന്റെ പുറകിൽ വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. നമുക്കൊരു ഇന്റർനാഷണൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ചെറിയ കാര്യമാണോ?
സോ അതങ്ങനെ അങ്ങ് വളരട്ടെ ഒരു സൈഡിൽ കൂടി. അതിന്റെ ഇടയിൽ പലരും വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്. അത് ഇന്ത്യൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചാറ്റ് സൂത്രയുടെ ഫൗണ്ടർ പ്രണവ് മിശ്രി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സായിപ്പാണല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ കേൾക്കാനാണ് കുറെ പേർ ആഗ്രഹിക്കുന്നത്. അതായത് മോഡേൺ ടെക്നോളജീസ് എല്ലാം തന്നെ സായിപ്പ് കണ്ടുപിടിക്കുന്നതാണെന്നാണ് കുറെ പേർക്ക് കേൾക്കാൻ ആഗ്രഹം. അങ്ങനെയെങ്കിൽ പ്രണവ് മിശ്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സായിപ്പാണ്. ചാറ്റ് സൂത്ര എന്ന പേര് മാറ്റി നമുക്ക് ചാറ്റ് സൂസൻ എന്ന് വല്ലതും ഇടാം. അപ്പൊ പിന്നെ കുറച്ച് സന്തോഷമായിക്കോളും. അപ്പൊ എന്തായാലും സമ്മതിക്കാൻ പലർക്കും മനസ്സ് വരുന്നില്ല. അതാണ് കേട്ടോ പ്രശ്നം. ഞാൻ ഒത്തിരി കമന്റ്സ് അത് കണ്ടു. ഇത് ഇന്ത്യൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. 2i എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ തുടങ്ങിയ സംരംഭമാണ്. ഞാൻ കൂടുതൽ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയാസ് ഒക്കെ തന്നെ കവർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇതിൽ ഇവരുടെ ഓഫീസ് എന്തായാലും US-ലൊന്നുമില്ല. നിലവിൽ ഇന്ത്യയിലാണുള്ളത്. ഡൽഹിയിലും ബോംബെയിലുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓൾക്കായി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഇത് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ഗ്രോ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചാറ്റ് GPT പോലെ തന്നെ നോക്കൂ, നമ്മുടെ ചാറ്റ് GPTയുടെ ഓപ്പൺ എയുടെ CEO വന്ന് പറഞ്ഞു, ഇന്ത്യയിൽ വന്ന് പറഞ്ഞു, അതായത് ഇന്ത്യക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന്. ഒന്നല്ല മോനെ, രണ്ടെണ്ണം ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിന്റെ പുറകെ കൂടുതൽ വരും. തീർച്ചയായും ഞാൻ സമ്മതിക്കുന്നു, ചാറ്റ് GPTയുടെ അത്രയും പെർഫോമൻസ് ഇതിന് കാഴ്ചവെക്കാൻ പറ്റില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ചാറ്റ് GPTയും ഇപ്പോൾ 2024ലും 2025ലും ഒക്കെ തുടങ്ങിയ ഇന്ത്യൻ പ്ലാറ്റ്ഫോംസും തമ്മിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായും ഈ ഒരു ടൈം എടുക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോംസും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന നിലയിലേക്ക് ലോകത്തിന് മുന്നിൽ വരും. അപ്പോൾ ഇന്ത്യക്കാരെ കൊണ്ട് പറ്റും. നമ്മളൊരു വികസ്വര രാജ്യമാണ്. നമുക്കിപ്പോൾ US-നെ പോലെ അല്ലെങ്കിൽ യൂറോപ്പിനെ പോലെ ഒരുപാട് പൈസയൊന്നും ചെലവാക്കാനൊന്നുമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റും പോലെയൊക്കെ, നമ്മൾ ഇന്ത്യൻസിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് പറ്റും പോലെയൊക്കെ ഇതുപോലെ ചെയ്യും. ഇനിയും വരും. ഒന്നുണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചെടുത്ത് ഒന്നിന് പകരം 100 ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ഇതേ മണ്ണിൽ നിന്ന് വരും. ഇന്ത്യയിൽ അതിനുള്ള കഴിവുള്ള മനുഷ്യരുണ്ട്. അവരെ ഒന്ന് ജസ്റ്റ് എവിടെന്നെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ കയറിയും കത്തും. എന്തായാലും ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് വീണ്ടും വരാം. തൽക്കാലം ബൈ.